എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും 47ാമത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2021 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് പോകുന്നത്. ഇന്ന് 2021 നടന്നിട്ടുള്ള ഒരു ICDS സൂപ്പർവൈസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തിരിക്കുന്നത് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ICDSന്റെ സൂപ്പർവൈസറിൽ അതിലൊരു 10-20 മാർക്കോളം ഈ പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അതിൽ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് വരുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പഞ്ചായത്തി രാജ് എന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് 100 ക്വസ്റ്റ്യന് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓരോ സ്ലൈഡ് വരുമ്പോഴും എന്ത് ചെയ്യുക, പോസ് ചെയ്യുക. ആ സ്ലൈഡിലുള്ള 3-4 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ 4 ക്വസ്റ്റ്യൻ സ്വയം ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഓൺ ആക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ ടൈം ഇങ്ങനെ ഗ്യാപ്പ് തരുന്നതിനനുസരിച്ച് എന്താണ് സമയം നമുക്ക് ഒരുപാട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ തന്നെ ഒരുപാട് ടൈം എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സ്ലൈഡ് വരുമ്പോൾ പോസ് ചെയ്യുക, ആ 4 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ ആക്കുക. എന്നിട്ട് പോസ് ഓൺ ആക്കിയിട്ട് ശരിയാണോ നോക്കുക. എന്നിട്ട് അടുത്ത 4 ക്വസ്റ്റ്യൻ അങ്ങനെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറാൾ നാട് ഉടൈവർ എന്ന ജൂതശാസനത്തിൽ പരാമർശിച്ചു കാണുന്ന നാടുവാഴികൾ ആരായിരുന്നു? അപ്പൊ ജൂതശാസനമാണ് ഏത്? ഏറാൾ നാട് ഉടൈവർ എന്നത്. അതിന്റെ നാടുവാഴികൾ ആരായിരുന്നു? ഒന്നാമത്തെ ആൻസർ വരുന്നത് ഏത് വരും? ആൻസർ ഏതാ വരിക? ഒന്നാമത്തെ ആൻസർ സി ആണ് അല്ലെ, സാമൂതിരിമാരാണ് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തത്, താഴെ നൽകിയിരിക്കുന്നവയിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ ഏതൊക്കെയാണ്? രണ്ടാമത്തെ ആൻസർ ഡി ആണ് വരുന്നത്. 1, 2, 4. 1 ഏതാണ്? സുധർമ്മ സൂര്യോദയം സഭ. പിന്നെ 2 ജ്ഞാനോദയം സഭ, ഷൺമുഖ വിലാസം സഭ. അങ്ങനെ 3 കാര്യങ്ങളാണ് പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് സ്ഥാപിച്ച സംഘടനകൾ. അപ്പൊ ഈ സ്ലൈഡ് ഓപ്പൺ ആക്കുന്നതിന് സമയത്ത് പോസ്റ്റ് ചെയ്യുക. ഈ 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഓൺ ആക്കി വെക്കുക. എന്നിട്ട് ശരിയാണോ എന്നുള്ളത് കൺഫേം ചെയ്യുക കേട്ടോ. ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആ 3-4 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ കേട്ടോ. ഒളിമ്പിക്സ് ഹോക്കി ചരിത്രത്തിൽ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള മെഡലുകളുടെ എണ്ണം. ഒളിമ്പിക്സ് ഹോക്കി ചരിത്രത്തിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകൾ എത്ര? എ ആണ് 8 സ്വർണം, 1 വെള്ളി, 3 വെങ്കലം. 1ഉം 2ഉം ലിസ്റ്റിലെ വർഷവും സംഭവങ്ങളും ചേരുംപടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. 4 ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നിസ്സഹരണ പ്രസ്ഥാനം ഏത് വരും? 1920 അല്ലെ. ഉപ്പ് സത്യാഗ്രഹം 1930. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം 1934. പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം 1942. ഈ രീതിയിലാണ് വരുന്നത്. നെപ്പോളിയനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അഞ്ചാമത്തെ ആൻസർ ഡി ആണ്, 1ഉം 2ഉം. സാമ്പത്തിക തലത്തിൽ ബ്രിട്ടനെതിരായി യൂറോപ്പിനെ അണിനിർത്തുക എന്ന പരിപാടിയായ കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കിയത് നെപ്പോളിയനാണ്. ഫ്രാൻസിൽ ഒരു നിയമസംഹിത നടപ്പിലാക്കിയതും നെപ്പോളിയനാണ്. ആരാണ് സാമ്പ്രദായിക ഭൂമിശാസ്ത്ര പഠനം തുടക്കം കുറിച്ചത്? ആരാണ് സാമ്പ്രദായിക ഭൂമിശാസ്ത്ര പഠനത്തിന് തുടക്കം കുറിച്ചത്? സാമ്പ്രദായിക ഭൂമിശാസ്ത്ര പഠനത്തിന്. ആറാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏത് വരും? ബി ആണ് വരിക അല്ലെ, അലക്സാണ്ടർ ഹംബോൾട്ട്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനമാണ് ഒറീസ. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപപ്പെടുന്ന ശില ഏത്? അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപപ്പെടുന്ന ശില ആഗ്നേയ ശില. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. COP26 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? എ ആണ്, അത് COP26 ആണ്. ഇപ്പൊ COP28 ഒക്കെ ആയിട്ടുണ്ട്, പഠിക്കണം കേട്ടോ. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് നബാർഡ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ആരംഭിച്ചത് 2015. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്താണ്? നരസിംഹറാവുവിന്റെ കാലത്ത് 1991. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം 1966 to 69. SBIയുടെ ഓൺലൈൻ മൊബൈൽ ആപ്ലിക്കേഷനായ യോനോയുടെ ബ്രാൻഡ് അംബാസിഡർ. ഇതില് ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്?
എത്രയാണ്? 6 വർഷം. രാജ്യസഭയുടെ കാലാവധിയോ? കാലാവധി ഇല്ല. കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ. 17ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ പി സതീദേവി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താഴെ പറയുന്നതിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വത്തവകാശം. കേരള സർവീസ് റൂൾസ് കേരള നിയമസഭ പാസാക്കിയത് ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? കേരള സർവീസ് റൂൾസ് കേരള നിയമസഭ പാസാക്കിയത് ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 309. ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആര്? ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. താഴെ പറയുന്നതിൽ രാജ്യസഭ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. കഥകളിക്കാലംബമായിരിക്കുന്ന സാഹിത്യ രൂപത്തിന്റെ പേര്? ആട്ടക്കഥ അല്ലെ? ആട്ടക്കഥയാണ്. കഥകളിക്ക് അവലംബമായിരിക്കുന്ന സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി. പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് അവനി ലഖേര. ഡി വിനയചന്ദ്രന്റേത് അല്ലാത്ത കൃതി. വിനയചന്ദ്രന്റേത് അല്ലാത്ത കൃതിയാണ് ചോദ്യം. 27ാമത്തെ സി ആണ് കിരാത വൃത്തം. കിരാത വൃത്തം വിനയചന്ദ്രന്റേതല്ല. എങ്കിൽ ഈ 3 വിനയചന്ദ്രന്റേത് പഠിച്ചു വെക്കുക. വീട്ടിലേക്കുള്ള വഴി, പൊടിച്ചി, ചിറപ്പ്. വീട്ടിലേക്കുള്ള വഴി, പൊടിച്ചി, ചിറപ്പ് ആരുടേതാണ്? വിനയചന്ദ്രന്റേതാണ്. വർക്കലയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരു. അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ആദ്യത്തെ ഡേ നൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. ഒപ്റ്റിക്കൽ ഡിസ്ക് വിഭാഗത്തിൽ പെടാത്തത് ഏത്? ഹാർഡ് ഡിസ്ക്. നിബിൾ എന്നത് 4 ബിറ്റ് ആണ്. ഒരു കെട്ടിടത്തിന്റെയോ ഓഫീസിന്റെയോ ഉള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് ഏതാണ്? ലാൻ അല്ലെ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ ആണ്? 33ാമത്തെ ആൻസർ സി ആണ് കേട്ടോ. സ്പാർക്ക് ആണ്. സ്പാർക്ക്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ താഴെ പറയുന്ന ഏത് സാഹചര്യങ്ങളിലാണ് കേന്ദ്ര സർക്കാരിന് നീക്കം ചെയ്യുവാൻ സാധിക്കുക? 34ാമത്തെ ഏത് വരും? ആൻസർ സി ആണ് കേട്ടോ. 1, 2, 3 സാഹചര്യങ്ങളിൽ മാത്രം. 4 വരില്ല. 1, 2, 3. ചുമതലകൾ നിർവഹിക്കുവാൻ വിസമ്മതിക്കുന്ന സാഹചര്യം, ചുമതലകൾ നിർവഹിക്കാൻ പ്രാപ്തിയില്ലാത്ത സാഹചര്യം, അവിമുക്ത നിർധനനാകുന്ന സാഹചര്യം. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം പൂർണ്ണമായും മനുഷ്യാവകാശത്തിന്റെ നിർവചന പരിധിയിൽ വരുന്നവ? 35 ആൻസർ വരുന്നത് ബി ആണ്. സൂചന 4 മാത്രം. മേൽപ്പറഞ്ഞ 3 സൂചനകളും അപൂർണമാണ് എന്നാണ്. പൂർണ്ണമല്ല, അത് അപൂർണമാണ്. ഏതൊക്കെയാണ് അപൂർണം? ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന എല്ലാ അവകാശം, ഇന്ത്യൻ ഭരണഘടനയിലും മറ്റ് ഇന്ത്യൻ നിയമങ്ങളിലും പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ മാത്രം, ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിച്ചിട്ടുള്ളതുമായ അവകാശങ്ങൾ. മേൽപ്പറഞ്ഞ എല്ലാ 3 സൂചനകളും എന്താണ്? അപൂർണമാണ്. 1989 പട്ടികജാതി പട്ടിക ഗോത്രവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള നിയമങ്ങൾ പ്രകാരം അതിക്രമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതിക്രമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ വന്നിട്ട് എ ആണ് കേട്ടോ. നിയമത്തിലെ വകുപ്പ് 3 നിഷ്കർഷിക്കുന്ന കുറ്റങ്ങൾ. വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനുള്ള പിൻബലം താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് കാണാൻ സാധിക്കുക? എ ആണ്. അനുച്ഛേദം 41-ലാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആര്? 38ാമത്തെ ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് ബി ആണ്. ജസ്റ്റിസ് ആർ.കെ. അഗർവാൾ. മാറിയിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. താഴെ നൽകിയിട്ടുള്ള പ്രീ സ്കൂൾ ശിശു പ്രകൃതത്തിന്റെ സവിശേഷത അല്ലാത്തത്?
39ാമത്തെ ആൻസർ ഡി, ശ്രദ്ധാദൈർഘ്യം കൂടുതൽ. ഇപ്പൊ അത് നമുക്കറിയാലോ, ICDS വന്നതുകൊണ്ടാണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊന്നും വേണ്ട കേട്ടോ, കാരണം ഇതിൽ ഇടയിലിടയിൽ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഇതൊക്കെ നമുക്ക് ഏതിൽ വരുന്നതാണ്, ICDS വരുന്നതാണ്. ഇത് നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നതല്ല. നട്ടെല്ലിന് പരിക്കേറ്റയാളെ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവലംബിക്കാവുന്ന രീതി. നമ്മളൊക്കെ നോർമലായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതിലെ പറ്റാണ് ഈ ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഡിലീഷൻ ചെയ്യാതിരുന്നത് കേട്ടോ. 41 വരുന്ന ആൻസർ ബി ആണ്. പരിക്കേറ്റ ഭാഗം എന്താണ്, അനങ്ങാത്ത വിധം മലർത്തിക്കിടത്തണം. മിക്കപ്പോഴും കൂട്ടത്തിൽ നിന്ന് പിൻവാങ്ങി ഒറ്റപ്പെട്ട കളിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്തിന്റെ ലക്ഷണമാണ്? മിക്കപ്പോഴും കൂട്ടത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ട് ഒറ്റപ്പെട്ട കളിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് 42ാമത്തെ ആൻസർ ഓട്ടിസത്തിന്റെ ലക്ഷണമാണ് കേട്ടോ. തിരുവനന്തപുരത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ. അപ്പൊ വർഷം ആലോചിക്കുക, 1834. റവന്യൂ ജില്ലാതലത്തിൽ വിദ്യാഭ്യാസ പരിശീലന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ സ്ഥാപനം. റവന്യൂ ജില്ലാതലത്തിൽ വിദ്യാഭ്യാസ പരിശീലന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ സ്ഥാപനമാണ് ഡയറ്റ്, DIET. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രവൃത്തിയും കളിയും തമ്മിൽ വ്യത്യാസമില്ല. കുഞ്ഞിനെ സംബന്ധിച്ച് എന്തും കളിയാണ്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ദിശാബോധം നൽകുന്ന ഈ വാക്കുകൾ ആരുടേതാണെന്ന ചോദ്യം സി ആണ്, ഗാന്ധിജിയുടേതാണ്. നമുക്ക് ആവശ്യമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. താഴെയുള്ള കുട്ടികൾക്ക് ശൈശവാരംഭത്തിൽ തന്നെ പരിചരണത്തിനും വിദ്യാഭ്യാസത്തിനും വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ ബി 45. ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2007. മംഗോളിസത്തിന് കാരണം 48ാമത്തെ ഡി ആണ്, ക്രോമസോം തകരാറ്. നവജാത ശിശുവിൽ നിന്ന് അമ്മയിലേക്ക് കലരുന്ന ഡി ആന്റിജനെ നശിപ്പിക്കാൻ രക്തപ്പൊരുത്തക്കേടുള്ള അമ്മമാർക്ക് ആദ്യ പ്രസവം കഴിഞ്ഞുടനെ നൽകുന്ന കുത്തിവെപ്പ് ആന്റി ഡി ഗാമ ഗ്ലോബുലിൻ. ബൈ ചാൻസ് നമുക്ക് ബയോളജിയിൽ ആവർത്തിച്ചാലോ എന്ന് പറഞ്ഞാണ് തന്നത്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ബഹുതര വൈകല്യം എന്നിവ ബാധിച്ചവരുടെ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടിയിട്ടുള്ള നിയമം ഏതാണ്? PWD ആക്ട് 1995. ഒരു കാര്യം എന്താണ്, ഇതിപ്പോ ICDS ക്വസ്റ്റ്യനിലാണ് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ നമുക്കും ചിലതൊക്കെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ 2024 നമ്മൾ എഴുതിയ ഒരു എക്സാമിൽ നമ്മുടെ ഡിഗ്രി ലെവലാണോ, ഡിഗ്രി ലെവലല്ല, SSLC ലെവൽ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. PWD ആക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. വേഗം ഓടാൻ പറ്റിയത് എവിടേക്കാണ്? ട്രാൻസ്പോർട്ട് ആണല്ലേ. PWD പറയുമ്പോൾ റോഡ്, അതിലേക്കാണ് പോവുക. പക്ഷെ ഇവിടെ PWD ആക്ട് എന്ന് പറയുന്നത് 1995 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ ഈ എക്സാമിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ബഹുതര വൈകല്യം എന്നിവ ബാധിച്ചവരുടെ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടിയിട്ടുള്ള നിയമമാണ്. കിൻഡർഗാർട്ടൻ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ്. കിൻഡർഗാർട്ടൻ ആരാണ്? ഫ്രെഡറിക് ഫ്രോബൽ. ശിശുവിന്റെ ബുദ്ധിവികാസ പ്രക്രിയയിൽ തനതായി സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നിരീക്ഷിച്ചത് ആരാണ്? ലവ് വിഗോട്സ്കി. സാധാരണ 3 വയസ്സ് പ്രായമാകുമ്പോഴേക്കും തലച്ചോറിന്റെ വികാസത്തിന്റെ ഏകദേശ ശതമാനം, തലച്ചോറ് എത്രത്തോളം വികസിക്കുന്ന ചോദിക്കുന്നത് 3 വയസ്സാകുമ്പോഴേക്കും 80%. നമുക്ക് എത്ര പ്രായമായിട്ടും ഇതുവരെ വികസിച്ചിട്ടില്ല തോന്നുന്നില്ലേ, അതുകൊണ്ടാണ് നമ്മളൊക്കെ സർവീസിൽ കയറാത്തത്. ഇന്ത്യയിലെ സംയോജിത ശിശു വികസന പദ്ധതി നമ്മുടെ എക്സാമുകൾക്ക് എന്ന് ഒരു ചോദ്യം വരുന്നതാണ് 1975. ടെറ്റനസ് ബാധിക്കുന്ന ശരീരഭാഗം. ടെറ്റനസ് എവിടെയാണ് ബാധിക്കുക? ടെറ്റനസ് ബാധിക്കുന്നത് പേശികളെ ആണ്. ഇതിൽ നമുക്ക് 58ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് കോക്ലിയർ ഇംപ്ലാന്റ് എന്നത് ഏത് പരിമിതി മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാ രീതിയാണ്? കോക്ലിയർ ഇംപ്ലാന്റ് 58 ഏതാണ്? ശ്രവണ പരിമിതി. ബാക്കിയൊക്കെ അവർക്കുള്ളതാണ്. ഇവിടെ ഈ 62ാമത്തെ ക്വസ്റ്റ്യൻ മാത്രം നോക്കുക കേട്ടോ. ഇമോഷണൽ ഇന്റലിജൻസ് 1995 എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവ്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവ്
ഡാനിയൽ ഗോൾമാൻ. 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നെക്ടലോപ്പിയ അതായത് നിശാന്തത. ബൈ ചാൻസ് നിശാന്തത എന്ന് ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ നമ്മൾ നെക്ടലോപ്പിയ എന്താണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കുഴച്ചിലുണ്ട്. വീടെത്തുമ്പോഴതായിരിക്കും വൈറ്റമിൻ എ എന്നുള്ളതിന്റെ ഒരൊറ്റ സിമ്പിൾ ആൻസർ ആയിരിക്കും. അത് കൂടെ പഠിക്കുക. നെക്ടലോപ്പിയ അത് ഒരുപാട് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. നെക്ടലോപ്പിയ എന്ന് പറയുന്നത് നിശാന്തതയാണ്. പ്രധാനമായും ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത്? ഏതാണ്? വൈറ്റമിൻ എ. ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 3. ഐക്യരാഷ്ട്രസഭ പോഷകാഹാര ദശകമായിട്ട് ആചരിക്കുന്നത് 2016 to 2025. 68ാമത്തെ ആൻസർ ഡി ആണ്. സുകന്യ സമൃദ്ധി യോജനയുമായി പൊരുത്തപ്പെടുന്നത് താഴെ നൽകിയിട്ടുള്ളതിൽ ഏത് പ്രസ്താവനയാണ്? സുകന്യ സമൃദ്ധി. ബി ആണ്. പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. മെലാനിന്റെ അഭാവം മൂലം ത്വക്കിനുണ്ടാകുന്ന രോഗമാണ് ആൽബനിസം. 10+2 എന്ന സ്കൂൾ ഘടനയ്ക്ക് പകരം 5+3+3+4 എന്ന ഘടനാ പരിഷ്കാരം നിർദ്ദേശിച്ചത്? ദേശീയ വിദ്യാഭ്യാസ നയം 2020. മനുഷ്യരിലുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്നറിയപ്പെട്ടത്? സ്വാമി വിവേകാനന്ദൻ. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള അമ്മത്തൊട്ടിൽ പദ്ധതിയുടെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? സി ആണ്. അനാഥരായ നവജാത ശിശുക്കളെ അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ശാസ്ത്രജ്ഞൻ? ആൽബർട്ട് സാബിൻ. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യം വേണ്ടുന്ന മൂലകം കാൽസ്യം. 73-74 ഭരണഘടനാ ഭേദഗതികൾക്ക് മുമ്പ് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കാതെ പോയ പഞ്ചായത്ത് രാജ് നഗരപാലികയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഡി ആണ്. 64ഉം 65ഉം. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത്? എം.എൻ. റോയ്. ഭൂപരിഷ്കരണത്തിന്റെ ഉപാധിയായി പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഉപയോഗിച്ച സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. അടുത്ത കാലത്ത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 3 വർഷത്തിലേറെ വൈകി നടത്തിയ സംസ്ഥാനം? തമിഴ്നാട്. കുടുംബശ്രീയുടെ പ്രാരംഭ പ്രവർത്തനം കേരളത്തിൽ നടത്തിയ ജില്ല? മലപ്പുറം. താഴെ പറയുന്നവയിൽ കേരളത്തിൽ 2 പഞ്ചായത്തുകൾ മാത്രമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കോഴിക്കോട്. താഴെ പറയുന്നവയിൽ അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഗ്രാമസഭയെ കുറിച്ചിട്ടാണ് ചോദ്യം. 2 മാസത്തിൽ ഒരിക്കൽ ഗ്രാമസഭ ചേരണം. അതാണ് അനുയോജ്യമല്ലാത്ത പ്രസ്താവന. സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. വാർഡ് കമ്മിറ്റികൾക്ക് ബാധകമല്ലാത്തത്. ക്വസ്റ്റ്യൻ ഇവിടെ ഡിലീഷൻ ആണ്. ഇത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ല. ഇനി ഗ്രാമസഭകളുടെ അധികാരം അല്ലാത്തത് ഏതാണ്? ഗ്രാമസഭകളുടെ അധികാരം അല്ലാത്തത് ഡി ആണ്. വാർഡിലെ വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്ന ഗ്രാമസഭകളുടെ അല്ല. ഓപ്ഷൻ 4 ആണ് കേട്ടോ. സോറി, ഇവിടെ 2 ഡി ആണ് ആൻസർ വരുന്നത്. അപ്പൊ 2ഉം 4ഉം വരും. വോട്ടർ പട്ടിക പുതുക്കുക, വോട്ടർ പട്ടികയിൽ തിരുത്തൽ വരുത്തുന്നതൊന്നും ഗ്രാമസഭകളുടെ അധികാരമില്ല. അപ്പോൾ ഗുണഭോക്തൃ പട്ടിക അംഗീകരിക്കുക, വികസന ആസൂത്രണത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുക, അതൊക്കെ അവരുടെ ഗ്രാമസഭകളുടെ അധികാരമാണ്. ഇനി ജാഗ്രതാ സമിതികളുടെ ഉത്തരവാദിത്തങ്ങളിൽ ബാധകമാകാത്തത് ഏത്? ബി ആണ്. 2ഉം 3ഉം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വനിതാ സംരക്ഷണ നിയമം രൂപീകരിക്കുക, വയോജനങ്ങളെ സംരക്ഷിക്കുന്ന ജാഗ്രതാ സമിതികളുടെ ഉത്തരവാദിത്തങ്ങളിൽ വരുന്നതല്ല. ഇവിടെ 89ാമത്തെ ആൻസർ ബി ആണ് വരുന്നത്. ഇതൊക്കെ ICDSന്റെ വരുന്നത് കൊണ്ടാണ്. പക്ഷെ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്കും കൂടി അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്തത്. ഞാൻ താഴെ ഒന്നും പറയരുതേ. കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനം സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയിൽ വരാത്തത് ഏത്? ഏതാണ് വരാത്തത്? 1ഉം 4ഉം വരില്ല. ജനപ്രതിനിധി സ്ഥാനങ്ങളിലേക്ക് മാത്രം 50% സംവരണം. അതുപോലെ വനിതാ ജനപ്രതിനിധികൾക്ക് തുടർച്ചയായി 2 തവണ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ അവകാശം വന്നു.
സ്ത്രീകൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയല്ല. അപ്പൊ പരിഗണനയായിട്ട് വരുന്നത് ഏതായിരിക്കും? ജനപ്രതിനിധി സ്ഥാനത്തേക്കും പദവികൾക്കും 50% സംവരണത്തിൽ അറിയാലോ നമുക്ക്. പഞ്ചായത്ത് തലത്തിൽ 50% സംവരണം സ്ത്രീകൾക്കുണ്ട്. അതുപോലെ വനിതാ വികസനത്തിന് പ്രത്യേക ഘടക പദ്ധതി. ഇതൊക്കെ എന്താണ്? പഞ്ചായത്ത് രാജ് സംവിധാനം സ്ത്രീകൾക്ക് നൽകുന്ന അവകാശമാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന ഇവിടെ ആൻസർ വരുന്നത് സി ആണ്. ഇത് തെറ്റാണ് കേട്ടോ. ഗ്രാമപഞ്ചായത്തുകളുടെ വനിതാ വികസന പദ്ധതികളുടെ നേതൃത്വം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാണ്. അത് ശരിയാണ്. വികസന പദ്ധതികളുടെ ആകെ ആസൂത്രണ ഉത്തരവാദിത്തം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കാണ്. ഗ്രാമസഭ എന്നത് ഭരണഘടനാപരമായ ഒരു വേദിയാണ്. ശരിയാണല്ലേ? 243 അല്ലേ പറയുന്നത്? 243A അല്ലേ ഗ്രാമസഭ എന്ന് പറയുന്നത്? ഇതിൽ 93ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെക്കുക. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനെ സംബന്ധിച്ച് ബാധകമല്ലാത്തത് ഇവിടെ സി ആണ് കേട്ടോ. സി ആണ് ഇവിടെ ബാധകമല്ലാത്ത കാര്യം. ബാധകമാകുന്നത് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡിന്റെ മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഭാഗമായി കേരളത്തിലെ കുടുംബശ്രീ മാതൃക ഇന്ത്യയിൽ വ്യാപിപ്പിച്ചു. പിന്നെ സ്വയം സഹായ സംഘങ്ങൾ വഴിയാണ് ഈ പദ്ധതി പ്രധാനമായും നടപ്പിലാക്കുന്നത്. വനിതകളുടെ നിക്ഷേപ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരംഭങ്ങൾ നടത്തുന്നതിനും ഇത് മുൻഗണന നൽകുന്നു. ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം? ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയത് നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി നെഹ്റു പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് രാജസ്ഥാനിലെ ഏത് ജില്ലയിലാണ്? നാഗൂർ ജില്ലയിലാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി കേരളത്തിൽ നടപ്പിലാക്കിയ ജില്ലകൾ ഏതൊക്കെ ജില്ലകളിലാണ് നടപ്പിലാക്കിയത്? ഡിയിലെ പാലക്കാട്, വയനാട്, കാസർഗോഡ്, ഇടുക്കി. മാതൃകാ ഗ്രാമ വികസനത്തിന് ശ്രദ്ധേയമായ രാലൻഗൻ സിന്ധി ഏത് സംസ്ഥാനത്താണ്? മാതൃകാ ഗ്രാമ വികസനത്തിന് ശ്രദ്ധേയമായ രാലഗൻ സിന്ധി ഏത് സംസ്ഥാനത്താണ്? സി മഹാരാഷ്ട്ര. കറണ്ട് അഫെയറിലൊക്കെ വന്നിട്ടുള്ള ചോദ്യമാണ്. അടുത്ത കാലത്ത് നിലവിൽ വന്ന ജനകീയ ഹോട്ടലുകൾ പദ്ധതി ആരുടെ ഭാഗമായിട്ടാണ് ജനകീയ ഹോട്ടലുകൾ വന്നത്? ഡി വിശപ്പ് രഹിത കേരളത്തിന്റെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ ജനകീയ ആസൂത്രണ മാതൃക മറ്റ് ഇന്ത്യൻ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്ലാൻ. റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്ന പുസ്തകത്തിന്റെ കർത്താവ്. റീകൺസ്ട്രക്ഷൻ ഓഫ്, പറയൂ, അറിയുന്നുണ്ടോ ഈ ക്വസ്റ്റ്യൻ? റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്ന പുസ്തകത്തിന്റെ കർത്താവ് 100ാമത്തെ ജയപ്രകാശ് നാരായണൻ. JP-യിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച 1934 ജയപ്രകാശ് നാരായണൻ അദ്ദേഹത്തിന്റെയാണ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്ന പുസ്തകം. പഠിച്ചു വെച്ചോട്ടെ, അടുത്ത എക്സാമിന് വരെ ജയപ്രകാശ് നാരായണൻ. അപ്പോൾ ICDSന്റെ 100 ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ, വായിച്ചപ്പോൾ തന്നെ നമുക്കൊന്ന് പഠിക്കേണ്ട ഭാഗമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ക്ലാസ് നമ്മുടെ ഈ അടുത്ത് ഈ റീസെന്റ് ആയിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തത് നമ്മൾ കറണ്ട് അഫെയർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2024 ജനുവരിയിലെ ഇന്ത്യ കേരളം എന്നിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വരുന്നുണ്ട്. ഫെബ്രുവരിത്തെയും അതുപോലെ ജനുവരിയും ഇന്ത്യ ഇട്ട് തന്നിട്ടുണ്ട്. മാർച്ചിലത്തെ കേരളം ഇന്ന് നാളെയായിട്ട് നിങ്ങൾക്ക് നാളെ ക്ലാസ് ഇട്ട് തരാം. കേരളത്തിന്റെ നാളെ ക്ലാസ് മാർച്ചിലത്തെ തരാം. അങ്ങനെ നമുക്ക് എന്നിട്ട് ബാക്കോട്ട് വരാം കേട്ടോ. നവംബർ 2023 ഡിസംബർ നവംബർ തൊട്ട് അങ്ങനെ ബാക്കിലോട്ട് പോകാം. അപ്പൊ എക്സാമുകൾക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഈ നടന്ന വർഷങ്ങളിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നന്നായിട്ട് പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പരീക്ഷ എന്താ പറയാ, ജോബ് ഒരു ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക. സിലബസ് ബേസ് ആയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ഓരോരോ സിലബസ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം പ്രയോജനപ്പെടുത്തിയിട്ട് മാർക്കാക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി പ്രാക്ടീസ്. നമ്മൾ 3 നേരം ആഹാരം കഴിക്കുന്ന എങ്ങനെ നമ്മളത് ഒഴിവാക്കോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ പഠനത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി വർക്കൗട്ട് ചെയ്യുക. നല്ല മാർക്ക് കിട്ടും, നെഗറ്റീവ് കുറയ്ക്കും, നല്ല റിവിഷൻ പോകും. ഓക്കെ ആണല്ലോ. ഇനി നാളെ ഇതൊരു ക്വസ്റ്റ്യൻ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ, ഇത് നമ്മളിപ്പോൾ വേറെ എവിടെയും പോയിട്ട് വായിക്കാൻ പോകുന്നില്ല അല്ലെ? വായിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. നാളെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു, ഇതാ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി. അയ്യോ അന്ന് നന്നായിട്ട് പറഞ്ഞതാണ് ഈ ക്വസ്റ്റ്യൻ. അന്ന് ജയപ്രകാശ് നാരായണൻ 34 എന്നൊക്കെ പറഞ്ഞവരൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർക്കില്ലേ? അപ്പൊ മാർക്ക് കിട്ടിയില്ലേ? 1 മാർക്കായില്ലേ? അങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻ കിട്ടിയ 3 മാർക്കായില്ലേ? അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ഗുണം പറയുന്നത്. പ്രയോജനപ്പെടുത്തുക കേട്ടോ. അപ്പം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.